5 വർണ്ണങ്ങളെ കൊണ്ടാണ് ഈ ദേവിയുടെ രൂപം വരയ്ക്കുന്നത്. 5 വർണ്ണം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് എല്ലാം തന്നെ ഈ ലോകത്തിലുള്ള വസ്തുക്കൾ. ഈ പച്ച തൊലിയെയും ചുവന്ന കളറും രക്തത്തിനെയും വെള്ള അസ്ഥിയെയും മഞ്ഞ മജ്ജയും കരി മാംസമായിട്ടാണ് ഈ 5 ഇതിൽ കളം വരയ്ക്കുന്നത്. ഈ കളം വരച്ച് അതിൻ്റെ വിദ്യാമണ്ണുള്ള വഴിപാടുകൾ ചെയ്ത് ആ കളം മാറ്റി കൊടുക്കണ പൊടി കൊണ്ടെന്ന് ഇതിൻ്റെ ഭക്തന്മാർ തുളസിത്തറയിൽ നിക്ഷേപിക്കും. തുളസിത്തറയിൽ കൂളത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠം കൂളാണ്. കൂളം എല്ലാ വീട്ടിലുണ്ടാവില്ല. ആ അടുത്ത കൊല്ലം വരെ ആ ദേവി ചൈതന്യം അവരുടെ വീട്ടിലുണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യത്തിൽ പറയുന്നത്. ഗുണങ്ങളെന്താണെന്ന് വെച്ചപ്പോൾ ഒന്നും ആഗ്രഹിക്കാണ്ട് നടത്താമെന്നുള്ളതാണ് ഏത് വഴിപാടിൻ്റെ ഇത്. വഴിപാട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണോ ആ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ദുരിതങ്ങളും കഷ്ടപ്പാടും ഉണ്ടെങ്കിൽ അതിനൊരു പരാതി എന്നുള്ള നിലയിൽ ബോധിപ്പിക്കുക. അത് മാറാൻ വേണ്ടി ഞാനൊരു വഴിപാട് ചെയ്യാമെന്ന് വെച്ചാൽ കൈക്കൂലിയുടെ മാതിരിയാണ്. ഞാൻ അത്ര അങ്ങോട്ട് തന്നാൽ എനിക്ക് ഇത്ര ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള അങ്ങനെ വഴിപാട് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതിൽ ഇങ്ങനെ വഴിപാട് ചെയ്തുകൊണ്ട് എന്താ ആഗ്രഹിച്ചാണ് നടത്തേണ്ടതെന്ന് വെച്ചാൽ അവരുടെ അഭിഷ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കിട്ടുന്നതും പറയുന്നുണ്ട് ഐതിഹ്യത്തിൽ തന്നെ.